മനുജ, ഷാർജയിൽ നടന്നൊരു ആത്മഹത്യ അത് പക്ഷേ കേരളത്തിൽ വലിയ ചർച്ചയാണ്. അതായത് മലയാളി യുവതിയാണ് മരിച്ചത്. കൊല്ലം കേരളപുരം സ്വദേശിനിയായ വിഭഞ്ചിക. ഒപ്പം തന്നെ കുഞ്ഞ് 1.25 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ആത്മഹത്യ എന്നതിനേക്കാൾ ഏറ്റവും വലിയ വിഷമം തോന്നിയത് ആ കുഞ്ഞിനെ കൂടെ ആ ഒരു ആത്മഹത്യയിലേക്ക് തള്ളിയിട്ടു. അതായത് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിനു ശേഷമാണ് വിഭഞ്ചിക ഇങ്ങനെ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ ഒരു കത്ത് അതിന് പിന്നാലെ കിട്ടി. അതിലൊന്നാം പ്രതി ഭർത്താവിൻ്റെ സഹോദരിയും ഭർത്താവുമാണെന്നും രണ്ടാം പ്രതിയായിട്ട് ഭർത്താവിൻ്റെ അച്ഛനെയുമാണ് അതിനകത്ത് രേഖപ്പെടുത്തിയത്. അതായത് വിഭജിക പറയുന്നതനുസരിച്ച് കടുത്ത പീഡനമാണ് നേരിടേണ്ടി വന്നതെന്ന് പറയുന്നത്. സ്ത്രീധനം അടക്കം വിഷയമായിട്ടുണ്ട് ഇതിനകത്ത്. മാത്രമല്ല കുഞ്ഞ് ജനിച്ചതിന് ശേഷമുള്ള അവരുടെ ജീവിതത്തിൻ്റെ രീതികൾ, അതായത് ഭർത്താവ് തന്നെ അവഗണിക്കുന്ന രീതി, അതുപോലെ തന്നെ മദ്യപാനം, മോശമായി പെരുമാറി, അങ്ങനെ ഒരു തരത്തിലും സ്വൈര്യമില്ല എന്ന് പറയുന്നു. മാത്രമല്ല ഇന്നൊരു ശബ്ദ സന്ദേശം കൂടെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയൊരു വിശദമായ ശബ്ദ സന്ദേശം ഇന്ന് പുറത്തും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് ഒരു ആത്മഹത്യ പരിഹാരമല്ല എന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു തീർക്കുക എന്നുള്ളതാണ് വഴി. അതുമാത്രമല്ല ഒരു കുടുംബവുമായിട്ട് മുന്നോട്ടൊപ്പം ഒരു ബന്ധവുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല എങ്കിൽ അവിടെ പിരിയാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവ് ഇടയ്ക്കിടെ ഈ ഒരു ഡിവോഴ്സിന്റെ കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമെന്നും പക്ഷേ വിഭജിക്കാതെ താല്പര്യമില്ല എന്നും ഒക്കെ ചർച്ചകളുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കേണ്ട ഒരു വിഷയം കൂടി. അതായത് ഒരാൾക്ക് ഇപ്പോൾ രണ്ടുപേരും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് പിരിയുക എന്നുള്ളത് ഇപ്പോഴത്തെ കാലം ഇപ്പോൾ ഏറ്റവും നല്ലൊരു സൊല്യൂഷനായിട്ടാണ് കാണുന്നത്. ഒരു ആത്മഹത്യയിലേക്ക് പോകേണ്ടതുണ്ടായിരുന്നോ എന്ന സംശയവും അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും നോക്കൂ, വിഭജിക മരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർ മുൻപ് സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നത് തനിക്ക് വിവാഹമോചനത്തിന് താല്പര്യമില്ല, വിവാഹമോചനം ലഭ്യമായാൽ താൻ ജീവൻ കൊടുക്കുമെന്നുള്ള സൂചനകളൊക്കെ വിഭജിക നേരത്തെ സുഹൃത്തുക്കളോട് പറഞ്ഞതായി ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഒരു വ്യക്തിക്ക് ഒരു ആധുനിക സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സാമാന്യവൽക്കരിക്കപ്പെടേണ്ട ഒന്നാണ് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ലീഗലായുള്ള മാരിറ്റൽ റിലേഷൻഷിപ്പ് പോസിബിൾ അല്ല, മുന്നോട്ട് പോകുന്നില്ല, അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അതിനെ ഏറ്റവും മനോഹരമായി ആ ബന്ധം വേർപെടുത്തുക എന്നുള്ളത്. അതിന് മാക്സിമം കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കി മ്യൂച്വലിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവണം. ചില സാഹചര്യങ്ങളിൽ അത് ക്രിമിനൽ ഒഫൻസുകളൊക്കെ ആ ബന്ധത്തിനുള്ളിൽ നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കണം അത് സിംഗിൾ പെറ്റീഷനിലേക്ക് പോകേണ്ടത്. പല ഘട്ടങ്ങളിൽ സംഭവിക്കുന്നത് ഒരു കാരണവുമില്ലാതെ തന്നെ വീട്ടിൽ വെച്ച് ഉപദ്രവിച്ചു, ഡൊമസ്റ്റിക് വയലൻസ് താൻ ഏറ്റിട്ടുണ്ട്, തൻ്റെ സ്ത്രീധനം പിടിച്ചു വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ തൻ്റെ ഇത്രയും ഇത്ര പവൻ സ്വർണം ഭർത്തൃ വീട്ടുകാർ എടുത്തുകൊണ്ട് പോയി, ചിലതൊക്കെ ഇതുപോലെ ധാരാളം കള്ളപ്പരാതികളുമൊക്കെ വരാറുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പല ഘട്ടങ്ങളിലും ഈ വിവാഹമോചനം എന്ന് പറയുന്നത് ഒരു പൂർണ്ണമായും അർത്ഥത്തിൽ അത് സ്ത്രീപക്ഷ സാഹചര്യമാണ്. അതായത് പുരുഷനാൽ ബന്ധിക്കപ്പെടുന്ന സ്ത്രീക്ക് പുറത്തേക്ക് പോകാനായിട്ടുള്ള ലീഗൽ സിസ്റ്റം ഈ നാട്ടിലുണ്ട്. ഏതെങ്കിലും തരത്തിൽ ആ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ ഒഫൻസുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനും സ്ത്രീക്ക് അവകാശം ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇതിനെ മിസ്യൂസ് ചെയ്യുന്ന ധാരാളം കേസുകൾ നമ്മുടെ ഭാഗത്തുണ്ട്. വിഭജിക്കയ്ക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ മാനസിക പ്രതിസന്ധികളോ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. കാര്യം വ്യക്തിപരമായി അവർ മറ്റെന്തെങ്കിലും ഒരു കുട്ടിയും കൂടി ഉള്ള സ്ഥിതിക്ക് നമുക്കതിൽ പറയാൻ മറ്റെന്തെങ്കിലും റീസൺസ് അതിനകത്ത് ഉണ്ടാവണം. എന്തായാലും പക്ഷേ വിവാഹമോചനം എന്ന് പറയുന്ന ഒരു ഓപ്ഷനായിരുന്നു സ്വീകരിച്ചിരുന്നെങ്കിൽ എങ്ങനെയാണ് ശരത്ത് ഒരു കരാറ് വാലിഡ് ആവുക? ഞാനും ശരത്തും കൂടി ഒരു കരാർ ഒപ്പിട്ടാൽ ശരത്ത് ആ കരാറിൽ നിന്ന് പിന്മാറുന്ന ആ സെക്കൻഡിൽ, ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ആ കരാറിന് വാലിഡിറ്റി ഇല്ലാതെയാവും. രണ്ടുപേരും ഒരുമിച്ച് ഐക്യപ്പെട്ട് അത് എടുക്കുമ്പോൾ മാത്രമാണ് ആ കരാറിന് വാലിഡിറ്റി ഉള്ളൂ. പലപ്പോഴും വിവാഹമോചനങ്ങൾ ഒരാൾ പിടിച്ചു തൂങ്ങി നിൽക്കുകയും മറ്റൊരാൾ അതിനെ അനുവദിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യങ്ങളുണ്ടാകും. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ആണ് സിംഗിൾ പെറ്റീഷൻ അങ്ങനെയും മൂവ് ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട്. വിവാഹമോചനങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നത് ചിലപ്പോൾ അവഗണനകൾ കൊണ്ട് മാത്രമല്ല, ഓവറായിട്ട് അധികാരം വരുമ്പോഴും അല്ലെങ്കിൽ സ്നേഹം കൂടുമ്പോഴും ചില വിവാഹമോചനങ്ങൾ ഉണ്ടാകും. അതായത് ഭർത്താവിന് അമിതമായി അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അമിതമായി സ്നേഹം കൊണ്ട് ടോക്സിക് ആവും എന്നുള്ള കേൾക്കാറുണ്ട്. നമ്മളത് അത്ര കണ്ട് പരിചയമില്ല കേരളത്തിൽ, എന്നാൽ പോലും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഓവറായിട്ടുള്ള സ്നേഹം കാരണം അവർ ഇപ്പം നേരത്തെ പറയുന്നത് എൻ്റെ ഭർത്താവ് അത് പോസിറ്റീവ്നെസ്സോ അതൊക്കെ ആയിരിക്കാം, അത് കാരണം ഭർത്താവിനോ അല്ലെങ്കിൽ ഭാര്യയ്ക്കോ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ, മറ്റൊരാളായി സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ, സംശയരോഗം ഉണ്ടാകുന്നു, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ടാകുന്നുണ്ട്. നമുക്ക് കരുതാണ്ട് ഇപ്പം ഈ വിഭജിക ആരോപിക്കപ്പെട്ട നിതീഷ് എന്ന് പറഞ്ഞ ആളുടെ സ്വഭാവ കാര്യങ്ങളെല്ലാം നമ്മൾ കുറച്ചുകൂടി പഠിക്കേണ്ടതുണ്ട്. മാത്രമല്ല നമ്മൾ ഒരു വശം നോക്കിയിട്ട് മാത്രം നമ്മളൊരു നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മൾ ഒരു വശം നോക്കിയിട്ട് മാത്രം അതിനകത്ത് ശരി തെറ്റ് വിലയിരുത്തേണ്ട കാര്യമില്ല. നമുക്കിവിടെ നിതീഷിന്റെ വാദം കൂടി കേൾക്കേണ്ടതുണ്ട്. അത് കോടതി അടക്കം നമ്മൾ ഇപ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ചകളിൽ വരുന്നൊരു കാര്യം കൂടിയാണ്. അതായത് സ്ത്രീധന പീഡനത്തിന്റെ പേരിൽ ഒരുപാട് പുരുഷന്മാരും അനുഭവിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപക്ഷെ അങ്ങനെ ചിലപ്പോൾ ഉണ്ടായിരിക്കാം.
വിഭജിക ആത്മഹത്യ ചെയ്യണമെങ്കിൽ ഒരു ചില്ലറ കാര്യമായിരിക്കില്ല, അത്രയും മാനസിക പീഡനങ്ങൾ ഉണ്ടായി കാണും. പക്ഷേ ഒരിക്കലും വീണ്ടും പറയുന്നു, ഒരിക്കലും ഇതിനകത്ത് വിഭജികയെ ന്യായീകരിക്കാൻ പറ്റില്ല. ആത്മഹത്യ ചെയ്തതിന് ഏറ്റവും വലിയ തെറ്റ്, അതിനേക്കാൾ ഏറ്റവും ക്രൂരമാണ് 1.25 വയസ്സ് ഒന്ന് ബോധം പോലും ഉറയ്ക്കാത്തൊരു കുട്ടിയെ കൊലപ്പെടുത്തിയത്, അല്ലെങ്കിൽ അങ്ങനെ ഇതിലേക്ക് മരണത്തിലേക്ക് തള്ളിയിട്ടത്. അതുകൊണ്ട് ഒരിക്കലും ഈ ഒരു കാര്യത്തിൽ ഞാൻ വിഭജികയോടൊപ്പം നിൽക്കില്ല. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ചർച്ചകളാകാമായിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുവിധം ഒന്ന് സംസാരിച്ചിരുന്നുവെങ്കിൽ, കൂട്ടുകാരികളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും സംസാരിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ മാറുന്നു. നമ്മൾ നേരത്തെ പറയുന്നത് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിന്റെ ചിന്തകളാണ് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ എത്തിയിരിക്കുന്നത്. അതിനകത്ത് ഇങ്ങനെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവർ നേരത്തെ പറയുന്നത് അതിന് പരിഹാരം നമുക്ക് ഇവിടെ ലീഗൽ സിസ്റ്റം ഒക്കെ അതനുസരിച്ചുണ്ട്, അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. പക്ഷേ ഒറ്റയടിക്ക് സ്വന്തമായൊരു തീരുമാനമെടുത്ത് പോയതോടെ നഷ്ടമുണ്ടായത് ആ കുട്ടിയുടെ വീട്ടുകാർക്ക് മാത്രമാണ്. ഇപ്പോൾ നേരത്തെ പറയുന്ന പോലെ തന്നെ നിതീഷിന് ഒരു പക്ഷേ താല്പര്യമില്ല, അല്ലെങ്കിൽ നിബോജിയോടുള്ള ജീവിതത്തിന് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് നഷ്ടമൊന്നുമില്ല ഇതിനകത്ത്. പക്ഷേ വരാൻ പോകുന്നത് ഇപ്പം നേരത്തെ പറയുന്ന കേസ് അന്വേഷണം വരുമ്പോൾ ഇനി കൂടുതൽ നിതീഷിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ഉണ്ടെങ്കിൽ, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് പഠിക്കേണ്ട കുറച്ച് കാര്യം, ഈ ഒരു സിസ്റ്റം മാരേജ് നമ്മൾ കരാറിൽ നേരത്തെ പറയുന്നത് കല്യാണം എന്ന് പറയുന്ന ഒരു കരാർ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഏത് നിമിഷവും നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കരാറിൽ നിന്ന് പിന്മാറാം, അതായത് അതിൽ നിന്ന് മാറാം. ബന്ധത്തിൽ ചേരുന്നതിൽ നമുക്ക് ഉപേക്ഷിക്കാൻ നമുക്ക് തീരുമാനം എടുക്കാനുള്ള അവകാശമുണ്ട്. അതുകൂടി മനസ്സിലാക്കേണ്ടതാണ്. അല്ലാതെ ആത്മഹത്യ അല്ല ഒരിക്കലും ഒരു പരിഹാരമായിട്ട് നമുക്ക് ഇതിനകത്ത് കാണേണ്ടത്.